സോണ്ട് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഹീറോ ആൻഡ് ടീം അവരാണെങ്കിൽ അവരുടെ എക്സിറ്റ് തേടി അങ്ങനെ ഉഷാറായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് നേരം മുൻപോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഒരു എക്സിറ്റ് ഡോർ അത് അവർ കാണും. അവരുടെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. അവരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി കൂടി വരും. അവരാണെങ്കിൽ ആ ഡോർ പതിയെ തുറന്ന് പുറത്തേക്ക് നോക്കുകയാണ്. അവർക്ക് മുകളിലേക്ക് പോകാൻ ഒരു സ്റ്റെയർ അവിടെ കാണുന്നുണ്ട്. ഉടനെ അവർ കാര്യമായിട്ട് ആലോചിച്ച് പരസ്പരം പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. മുകളിൽ എന്താപത്താണ് പതിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. സോ ഓരോരുത്തരായി ശ്രദ്ധയോടുകൂടെ വേണം മുകളിലേക്ക് പോകാൻ. എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഓൺ ദി സ്പോട്ട് സിഗ്നൽ തരണമെന്ന് പറഞ്ഞ് അവരങ്ങനെ കാര്യമായിട്ട് ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഇവിടെ ഹീറോ. അവനാണെങ്കിൽ കമ്മലിട്ട അവരുടെ ടീംമേറ്റിനെ കുറിച്ചാണ് ചിന്തിക്കുക. അവൻ ഒറ്റയ്ക്ക് എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കും? എന്റെ സഹായം അത് അവന് കൊടുക്കാതിരുന്നത് വലിയ തെറ്റായി പോയെന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങനെ സാഡായിട്ട് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആരോ അവിടേക്ക് നടന്നു വരുന്ന ശബ്ദം അത് അവർ കേൾക്കും. അവരാണെങ്കിൽ പ്രതീക്ഷയോടുകൂടെ അവരുടെ ഫ്രണ്ട്, അവരുടെ ടീംമേറ്റ് ആയിരിക്കും അവിടേക്ക് കടന്നു വരുന്നതെന്ന് പ്രതീക്ഷിച്ച് നിൽക്കും. അവനെപ്പോലെ ആരോ ഒരാൾ അവിടേക്ക് കടന്നു വരും. അവനാണെന്ന് കരുതി നമ്മുടെ ആൾക്കാർ അടുത്തേക്ക് പോകും. പക്ഷെ അടുത്ത നിമിഷം കണ്ണും രൂപവും ഒക്കെ തന്നെ ചേഞ്ചായി അവൻ ചുമരിലേക്ക് ചാടി വീഴുകയാണ്. അവർക്ക് മനസ്സിലാവും നമ്മുടെ ആളിനെ അവരെന്തോ ചെയ്തു. ഇവൻ ആ ഓപ്പണിംഗ് ടീമിലെ ഒരു മെമ്പറാണ്. അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഞങ്ങളുടെ താവളത്തിലേക്ക് വന്ന് അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാനായിട്ട് കഴിയോ? ഇല്ല, അത്ര എളുപ്പത്തിൽ നിങ്ങളെ ഇവിടുന്ന് ഞങ്ങൾ പറഞ്ഞയക്കില്ല. അവനാണെങ്കിൽ ഹീറോയുടെ മാസ്ക് അത് വലിച്ചൂരാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ ട്രാഷ് ബേസ് ഒന്നുമില്ല, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മാസ്കിന്റെ ആവശ്യമില്ല എന്ന് പറയും. ഹീറോ ദേഷ്യപ്പെട്ട് ആ കമ്മലിട്ട നമ്മുടെ ടീംമേറ്റിനെ കുറിച്ച് ചോദിക്കുകയാണ്. അതിനവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനെ ഞാൻ കൊന്നിട്ടില്ല, അവന് നല്ല പവറുണ്ട്, പക്ഷേ അവനെ കഴിഞ്ഞ് കൂടുതൽ പവർ എനിക്കാണ്. എൻ്റെ ടീംമേറ്റ്സിന്റെ ദേഹത്ത് കൈവച്ച അവനെ എൻ്റെ പോയിസൺ ഉപയോഗിച്ച് ഞാൻ കീഴടക്കി. അവനിപ്പോൾ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അവന് മരണം സംഭവിക്കാം. അവനെ ഞാൻ നോക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും. ഹീറോയ്ക്കും ബാക്കിയുള്ള ടീംമേറ്റ്സിനും അത് കേട്ട് അവരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഞങ്ങളെ ഒന്നും ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയില്ല. അതിനാ വില്ലൻ അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എൻ്റെ മുൻപിൽ നിൽക്കുന്നവൻ കഴിഞ്ഞു എത്രയോ വർഷം മുൻപ് ഇവിടേക്ക് വന്നവനാണ്. ഇവൻ ഭയങ്കര പവർഫുൾ ആണ്. പക്ഷേ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇവൻ കേൾക്കുന്നില്ല. കാരണം ഇവൻ ഓൾറെഡി ഡെഡ് ആണ്. ഇവനെ രക്ഷിക്കാൻ നിന്നെ കൊണ്ടെന്നല്ല ആരെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ്റെ ആ ഒരു മൂർച്ചയുള്ള കൈകൾ അവൻ്റെ ബോഡിയിലൂടെ കടത്തിവിട്ട് ഹൃദയം അങ്ങനെ തകർത്ത് കളയാണ്. ആണെങ്കിൽ ഒരു സെക്കൻഡ് ആ കാഴ്ച കണ്ട് ഫ്രീസ് ആവും. അവനാണെങ്കിൽ അവൻ്റെ പപ്പയെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഹീറോയുടെ പപ്പ വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ടത്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവർ പുതുതായി മേടിച്ച വീടിന്റെ ചുമരിൽ അവന്റെ തല ആഞ്ഞെടുപ്പിക്കുകയാണ്. ആ മുടിയൻ പപ്പയാണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് ഓടി വരും. എന്തു പറ്റി? എന്താ ഉണ്ടായേ? നീ എന്തിനാ നിന്റെ സ്വന്തം തല അത് ചുമലിടിപ്പിക്കണേ? നിന്റെ തലയിലൂടെ ചോര ഒഴുകുകയാണ്. അതിന് ഹീറോ പറയും, നിങ്ങളല്ലേ പറഞ്ഞത് ഒരിക്കലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന്. എനിക്ക് എന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ വേദനിപ്പിക്കുന്നതെന്ന് പറയും. അതിനാ മുടിയനാണെങ്കിൽ അവനെ കൺട്രോൾ ചെയ്ത് എന്റെ കൈ പിടിച്ചു പറയും, മനുഷ്യരങ്ങനെയാണ്, ഒരുപാട് ഇമോഷൻസിലൂടെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോവേണ്ടതായിട്ട് വരും. നമ്മളുടെ കൺട്രോൾ അത് നമ്മളിൽ തന്നെ ആയിരിക്കണം. ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതെല്ലാം തന്നെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അതിലെ ആശയടക്കത്തോടു കൂടെ പല കാര്യങ്ങളും നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് വേണം മുൻപോട്ടേക്ക് പോകാൻ. അതല്ല എങ്കിൽ നമ്മൾ ലൈഫിൽ തോറ്റുപോകും, വെറും ഒരു ഫെയിലിയറായി മാറും. നീ അങ്ങനെ ആവാൻ പാടില്ല. ചെറിയ ചെറിയ വേദനകൾ വരുമ്പോൾ നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഒരുപാട് പേർക്ക് കൺട്രോൾ നഷ്ടപ്പെട്ട് അവരവരെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർ ലൈഫിൽ തോൽക്കും. നീ ജയിക്കാനുള്ളവനാണ്, നിനക്ക് ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് പോകാനുള്ളതാണ്. അതിന് ഹീറോ പറയും, ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ചില വേദനകൾ അതെന്നെ വിടാതെ പിന്തുടരുകയാണ്. ഓർമ്മകൾ എൻ്റെ മനസ്സിനെ കീറി മുറിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ വേദനിപ്പിച്ച് എൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചത്. സത്യത്തിൽ നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്? അതിൻ്റെ യഥാർത്ഥ കാരണം പോലും എനിക്കറിയില്ല. അതിനാ മുടിയൻ പറയും, എനിക്കറിയാം ആ കാരണം എന്താണെന്ന്. നിന്റെ പപ്പയും അമ്മയും നീ ഒരു യൂസ്ലെസ് ആണെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു. അവരുടെ സ്നേഹം കിട്ടാതെ ഈ കുപ്പകൾക്കിടയിൽ നിന്റെ ജീവിതം അത് നശിക്കുന്നു. അതോർത്താണ് നീ വേവലാതിപ്പെടുന്നത്. പക്ഷേ കാര്യം നീ മറന്നു പോകുന്നു, നിനക്ക് ഞാനുണ്ട്. നഷ്ടപ്പെട്ടതെല്ലാം തരാനായിട്ടും നിന്നെ ചേർത്ത് പിടിക്കാനായിട്ടും എന്നും നിന്നോടൊപ്പം ഞാനുണ്ടാവും. ഹീറോയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നും. അതിനുശേഷം മുടിയനാണെങ്കിൽ ഹീറോയോട് പറയും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഇല്ലാതായാലും നീ നന്നായിട്ട് ജീവിക്കണം. നീ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ അവളെ വിവാഹം കഴിച്ച് നല്ലതുപോലെ നോക്കണം. ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് രണ്ടുപേരും ചേർന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരും. അതിനുശേഷം മുടിയനാണെങ്കിൽ ഹീറോയെ കുക്കൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് പഠിപ്പിക്കും. അപ്പോഴായിരിക്കും ഹീറോ ഒരു ഗ്രില്ലിലൂടെ ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള പണക്കാർ ജീവിക്കുന്ന സ്ഥലം കാണുക. അവിടെ ഒരു റിച്ച് ആയിട്ടുള്ള ആള് വേസ്റ്റ് ബാസ്ക്കറ്റിൽ എന്തോ നിക്ഷേപിക്കും. ഹീറോ ആണെങ്കിൽ അതെന്താണെന്ന് മുടിയനോട് ചോദിക്കും. അതിനാള് പറയും, അവർ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്, അവരെന്തോ ഒന്ന് ക്ലൈന്റ് ആയതോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്തതോ അത് ആ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുകയാണ്. അടുത്ത നിമിഷം ഹീറോ ആണെങ്കിൽ ആ ഒരു ഗ്രില്ല് അത് ഓപ്പൺ ചെയ്ത് ആ വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ അടുത്തേക്ക് വരും.
പിന്നീട് അവൻ ആ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ട ആ ഒരു മാസ്ക് കയ്യിലെടുക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവനത് നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. മുടിയനാണെങ്കിൽ അവന്റെ പിന്നാലെ ഓടി വന്ന്, ഈ ചെയ്യണേ, ഇതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് അവകാശമില്ല, അത് വേസ്റ്റിലേക്ക് പോകാനുള്ളതാണ്, അത് നീ എടുക്കാൻ പാടില്ല. ഹീറോ ആണെങ്കിൽ അപ്പോഴും അതിന് മറുപടി പറയാതെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മുടിയനാണെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കും. അതിന് ഹീറോ പറയും, ആക്ച്വലി ഈ മാസ്ക് കണ്ടോ, ഇതിന് ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, പക്ഷെ അപ്പോഴേക്കും അവരിതിനെ വേസ്റ്റിലിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള വലിയൊരു വേസ്റ്റ് അല്ലേ, എന്നെക്കൊണ്ട് ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. സോ ഇതുപോലുള്ള ചെറിയ ഡാമേജുകൾ അത് ഞാൻ പരിഹരിക്കുമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. ആ നിലത്ത് വീണ് തകർന്നു പോയ ഡോളർ ഹീറോ ആണെങ്കിൽ കയ്യിലെടുക്കുകയാണ്. അതിനുശേഷം അവന്റെ പവർ മുഴുവനായിട്ടും പുറത്തേക്ക് കൊണ്ടുവരും. ഹീറോയുടെ ടീംമേറ്റ് ഹീറോയുടെ പവർ കണ്ട് ഞെട്ടും. മഞ്ഞമുടിയൻ എന്തുകൊണ്ടാണ് ഹീറോയെ പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് ക്ലീനേഴ്സ് ടീമിലേക്ക് കൊണ്ടുവന്നതെന്നും അവർ മനസ്സിലാക്കുകയാണ്. ഇവിടെ ഹീറോ ആ വില്ലനെ നോക്കി അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ടെററായിട്ട് നിൽക്കും. ഹീറോ ആണെങ്കിൽ ആ ഒരു ഡോളർ ലക്കി ചാം അതൊരു വലിയ വെപ്പനാക്കി മാറ്റുകയാണ്. അവന്റെ പവർ അൺലിമിറ്റഡ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് കണ്ട ആ ഒരു വില്ലൻ പോലും ഒരു സെക്കൻഡ് ഹീറോയെ കണ്ട് ഞെട്ടും. ആ ഗ്യാപ്പിൽ ഹീറോയുടെ ടീംമേറ്റ് ആണെങ്കിൽ പരിക്ക് പറ്റിയ ബാക്കി ആൾക്കാരെ അവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വില്ലൻ ആണെങ്കിൽ ഹീറോയോട് പറയും, ഇത്രയും പവറുള്ള ഒരാളെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. നിന്നെപ്പോലെ ഒരു ചെറിയ പയ്യന് ഇത്രയും പവറൊക്കെ ബെയർ ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിന്റെ പേരെന്താണ്? അതിന് ഹീറോ ആണെങ്കിൽ അവന്റെ പേര് എന്ന് പറയും. ഇവിടെ വില്ലനാണെങ്കിൽ എല്ലാം കൊണ്ടും ഒരുപാട് ഇഷ്ടപ്പെടും. വാവ്, നീ സത്യത്തിൽ എനിക്കൊരു ട്രീറ്റ് തന്നെയാണ്. എൻ്റെ പവറൊക്കെ കറക്റ്റായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റിയ ടൂളാണ് നീ. നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ ഓടിയെടുക്കും. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഹീറോ ടീമിലുള്ള ആള് അവനാണെങ്കിൽ അവരുടെ ടീമിൽ തന്നെയുള്ള മറ്റൊരാളുടെ ബ്ലഡ് അതെങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അവർക്കാണെങ്കിൽ ഇപ്പോൾ ഹീറോയുടെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്തൊരു ഭയം തോന്നുകയാണ്. മാത്രമല്ല ഹീറോയുടെ ഇമോഷനിലൂടെയാണ് അവൻ്റെ പവർ അത്രയും വളരെ ഡെവലപ്ഡ് ആയിട്ട് പുറത്തേക്ക് വരുന്നതെന്ന് അവർ മനസ്സിലാക്കും. ഹീറോയെ ആണെങ്കിൽ ആ ഒരു വില്ലൻ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ആ അറ്റാക്ക് എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് നള്ളിഫൈ ചെയ്യാണ്. അവന് തിരികെ അറ്റാക്ക് ചെയ്യില്ല. ആ വില്ലനാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി ഹീറോയോട് ചോദിക്കും, എന്തുകൊണ്ട് നീ എന്നെ അറ്റാക്ക് ചെയ്യുന്നില്ല? അതിന് ഹീറോ പറയും, എൻ്റെ പവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. നിന്റെ പവർ അതെപ്രകാരമാണെന്നും നീ എങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്നും എനിക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും. അതുപയോഗിച്ച് നിന്റെ അറ്റാക്കുകളെ മിറ്റിഗേറ്റ് ചെയ്യാണ്, നള്ളിഫൈ ചെയ്യാണ്. അത് മാത്രമാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഏക കാര്യം. വില്ലനാണെങ്കിൽ ഹീറോയുടെ ക്ലോസ് എത്തേണ്ട താമസം ഹീറോ അവൻ്റെ അറ്റാക്ക് നള്ളിഫൈ ചെയ്ത് അവൻ്റെ മുഖത്തൊരു പഞ്ച് കൊടുക്കും. ചോര തുളുമ്പി അവൻ തെറിച്ച് പുറകിലേക്ക് പോകും. നോ, ആദ്യമായിട്ടാണ് എൻ്റെ മുഖത്തൊരു അറ്റാക്ക് വീഴുന്നത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇന്ന് മുഴുവൻ നിന്നോട് ഫൈറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഞാനത് തീർക്കും. നീ എനിക്ക് തന്ന ഗിഫ്റ്റ് അത് 10 മടങ്ങായിട്ട് ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞ് വില്ലനാണെങ്കിൽ വീണ്ടും ഹീറോയ്ക്ക് നേരെ മുറച്ചു നിൽക്കും. രണ്ടുപേരും വീണ്ടും പമ്പൻ ആക്ഷനും ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ് അട്ടുകിട്ടി ബഹളം. ഹീറോ ആണെങ്കിൽ അവനെ പിടിച്ച് വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ആ വില്ലൻ അവൻ ഒരുപാട് അട്ടിയൊക്കെ കിട്ടി ഓരെയൊക്കെ ഒലിപ്പിച്ച് ഇപ്പൊ ഹീറോയോട് പറയും, നിന്റെ പവർ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ പവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിന്റെ ഇമോഷനിൽ നിന്ന് വരുന്ന ഇമോഷൻ മൂലമാണ് നിനക്ക് ഈ പവർ ഉണ്ടാവുന്നത്. അത് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നിനക്ക് അത് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയും. അതല്ലാതെ ആ ഒരു പവറിനെ സ്വന്തമായി ഉപയോഗിക്കാൻ പറ്റില്ല. ഹീറോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. കാരണം കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ ഹീറോയുടെ പവർ എന്താണെന്നും അത് എപ്രകാരമാണ് വർക്ക് ചെയ്യുന്നതെന്നും അവൻ മനസ്സിലാക്കി. നിന്റെ ബോഡി വീക്കാണ്. എനിക്ക് നിന്റെ ബോഡി തകർക്കാൻ അധിക സമയമൊന്നും വേണ്ട. നീ എൻ്റെ കയ്യിലെ ഈ വെപ്പൻ കണ്ടോ, ഇതുപയോഗിച്ച് എനിക്ക് പോയിസൺ മറ്റൊരാളുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ കഴിയും. അതിപ്പോൾ ഞാൻ എൻ്റെ ബോഡിയിലേക്ക് വിടാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ബോഡി തന്നെ ആഞ്ഞു കുത്തുകയാണ്. ഹീറോ ആണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഓ നോ, നീ എന്തായി ചെയ്യണേ? അതിനാ വില്ലൻ പറയും, ഞാനില്ലാതായാലും എൻ്റെ വെറുപ്പും പകയും ഇല്ലാതാവില്ല. ഉള്ളിലെ മോൺസ്റ്റർ അത് നിന്നെ ഇല്ലാതാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവനങ്ങനെ വെറുപ്പോടും വാശിയോടും കൂടെ ഹീറോയെ നോക്കും. അൺകൺട്രോൾഡായി നിന്നെ ഇല്ലാതാക്കാൻ പോവുകയാണെന്ന് പറയുന്ന അതേ നിമിഷം അവൻ അൺകോൺഷ്യസ് ആവും. മറിച്ച് മറ്റൊരു മോൺസ്റ്റർ അത് കോൺഷ്യസ് ആയി പുറത്തേക്ക് വന്ന് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.